IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായങ്ങൾ ഒന്നിന് ഇനി പുതിയൊരു വഴിത്തിരിവ് വരാനിരിക്കുകയാണ്. ചെപ്പോക്കലിൻ ധോണി നമ്മൾ ബാറ്റും ഗ്ലൗസും ധരിച്ചു കാണില്ല. പക്ഷെ ഡ്രസ്സിംഗ് റൂമിൽ, ഡഗ് ഔട്ടിൽ ഓരോ തീരുമാനത്തിനും പിന്നിൽ ക്യാപ്റ്റൻ കൂൾ തന്നെയായിരിക്കുമോ? സ്റ്റീഫൻ ഫ്ലെമിംഗ് 18 വർഷങ്ങൾക്ക് ശേഷം CSKയുടെ ഹെഡ് കോച്ച് സ്ഥാനം ഒഴിഞ്ഞതോടെ MS ധോണി ഇനി മെന്റർ റോളിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇത് CSKയെ എങ്ങനെ മാറ്റിമറിക്കും? ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചരിത്രത്തിൽ സ്റ്റീവൻ ഫ്ലെമിംഗിന്റെ പേര് ഒഴിവാക്കാൻ കഴിയില്ല. 2009 മുതൽ ടീമിന്റെ ഹെഡ് കോച്ചായിരുന്ന അദ്ദേഹം 5 IPL കിരീടങ്ങളും 2 ചാമ്പ്യൻസ് ലീഗ് T20 കിരീടങ്ങളും CSKയ്ക്ക് സമ്മാനിച്ചു. എന്നാൽ 18 വർഷത്തെ അസാധാരണ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം സ്ഥാനമൊഴിയുകയാണെന്ന് ഫ്രാഞ്ചൈസി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെയാണ് ആരാധകരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നത്. ഇനി CSKയുടെ അടുത്ത വലിയ നേതാവ് ആര്? അതിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉത്തരം MS ധോണി. റിപ്പോർട്ടുകൾ പ്രകാരം ധോണി ഇനി ടീമിന്റെ മെന്റർ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ ഹെഡ് കോച്ചിനെ തിരഞ്ഞെടുക്കുന്നതിലും അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ടാകുമെന്നും സൂചനകളുണ്ട്. ധോണി എന്ന പേര് കേൾക്കുമ്പോൾ ആരാധകർ ആദ്യം ഓർക്കുന്നത് ക്യാപ്റ്റനെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ധോണി വർഷങ്ങളായി CSKയുടെ അനൌദ്യോഗിക മെന്ററാണ്. ഋതുരാജ് ഗേക്ക മുതൽ മതീഷ് പതിരാന, ദേവാൾ ബ്രവീസ്, ആയുഷ് മാത്ര തുടങ്ങിയ യുവതാരങ്ങൾ വരെ എല്ലാവരും ധോണിയുടെ നിർദ്ദേശങ്ങളിൽ നിന്ന് പഠിച്ചവരാണ്. മൈതാനത്ത് ഒരു പന്ത് പോലും എറിയുന്നതിന് മുമ്പ് ഫീൽഡ് എവിടെ നിൽക്കണം, ബൗളർ അടുത്ത പന്ത് എന്ത് ചെയ്യണം, ബാറ്ററെ എങ്ങനെ കൊടുക്കണം, ഇതെല്ലാം ധോണിയുടെ തലച്ചോറിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ പലരും പറയാറുണ്ട്, ധോണി കളിച്ചാലും ഇല്ലെങ്കിലും CSKയെ നയിക്കുന്നത് ധോണിയാണ്. ഇപ്പോൾ സ്റ്റീഫൻ ഫ്ലെമിംഗ് മാറി നിൽക്കുമ്പോൾ ആ നേതൃത്വം ഔദ്യോഗികമാകാനാണ് സാധ്യത. ഒരു മെന്ററായ ധോണിയുടെ ജോലി എന്തായിരിക്കും? ആദ്യം ടീം കൾച്ചർ നിലനിർത്തുക. CSK വർഷങ്ങളായി ഒരേ സംസ്കാരമുള്ള ടീമാണ്. പാനിക്കില്ല, അമിത പരീക്ഷണങ്ങളില്ല, കളിക്കാരിൽ വിശ്വാസം നഷ്ടമാകില്ല. ഒരു മോശം സീസൺ വന്നാലും അതേ താരങ്ങൾക്ക് വീണ്ടും അവസരം നൽകും. ഇതാണ് CSKയെ മറ്റെല്ലാ ടീമുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ സംസ്കാരം രൂപപ്പെടുത്തിയതിൽ ഫ്ലെമിംഗിനൊപ്പം ഏറ്റവും വലിയ പങ്ക് ധോണിക്കാണ്. രണ്ടാമത്തേത് യുവതാരങ്ങളെ വളർത്തിയെടുക്കൽ. IPL എല്ലാ വർഷവും പുതിയ താരങ്ങളെത്തും. പക്ഷെ എല്ലാവർക്കും സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് ധോണിയുടെ അനുഭവം വിലമതിക്കാതാകുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലും IPLലും ലോകകപ്പുകളിലും അദ്ദേഹം നേരിട്ട സമ്മർദ്ദം മറ്റാർക്കും അപൂർവമാണ്. ആ അനുഭവം അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിയുന്ന ഏറ്റവും വലിയ വ്യക്തി ധോണിയാണ്. മൂന്നാമത്തെ കാര്യം, പുതിയ ഹെഡ് കോച്ചിന്റെ തിരഞ്ഞെടുപ്പ്. റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ കോച്ചിനെ തിരഞ്ഞെടുക്കുന്നതിലും ധോണിയുടെ അഭിപ്രായം നിർണായകമാകും. കാരണം CSK ഒരു സാധാരണ ഫ്രാഞ്ചൈസിയല്ല. ഇവിടെ സിസ്റ്റമാണ് പ്രധാനമാകുന്നത്. ആ സിസ്റ്റം മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം അടുത്ത കോച്ച്. ധോണി അതിൽ നിർണായക ശബ്ദമാകുമെന്നതാണ് റിപ്പോർട്ടുകൾ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ധോണി മെന്ററാകുമെന്ന റിപ്പോർട്ടുകളാണ്. CSK ഇതുവരെ ഔദ്യോഗികമായി ആ നിയമനം പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ സ്റ്റീവൻ ഫ്ലെമിംഗിന്റെ പടിയിറക്കത്തിന് പിന്നാലെ ഈ സാധ്യത ശക്തമായതാണ് വിവിധ റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നത്. ധോണിയുടെ കരിയർ നോക്കിയാൽ ഇത് വളരെ സ്വാഭാവികമായ അടുത്ത ഘട്ടമാണ്. കളിക്കാരനായി, ക്യാപ്റ്റനായി, ഫിനിഷറായി, വിക്കറ്റ് കീപ്പറായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം തന്നെ മാറ്റിയ വ്യക്തിയാണ് അദ്ദേഹം. ഇനി ആ അനുഭവം മുഴുവൻ ഒരു മെന്ററായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ CSKയ്ക്ക് അത് വലിയ ശക്തിയാകും. ഫ്ലെമിംഗ് ധോണി കൂട്ടുകെട്ട് IPL ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ കോച്ച് ക്യാപ്റ്റൻ കൂട്ടുകെട്ടുകളിൽ ഒന്നായിരുന്നു. ഇപ്പോൾ ഫ്ലെമിംഗ് മാറി നിൽക്കുമ്പോൾ ആ പാരമ്പര്യം അവസാനിക്കുകയല്ല, പുതിയ രൂപത്തിലേക്ക് മാറുകയാണ്.